മറ്റന്നാളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. തൃശ്ശൂരിലാണ് കലോത്സവത്തിന് കൊടി കയറുക. 25 വേദികളിൽ 249 ഇടങ്ങളിലായി 15,000 കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. മറ്റന്നാൾ രാവിലെ 10 മണിക്ക് പ്രധാന വേദിയായ തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന് തിരിതെളിയിക്കും. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ്. എന്തായാലും കലയുടെ വലിയ മാമാങ്കം തൃശ്ശൂരിൽ അരങ്ങേറാൻ പോകുന്നു. വിവരങ്ങൾ. പൂരം കൊട്ടിക്കയറുന്ന ആവേശത്തിൽ തന്നെയാണ് ഈ കലാപൂരത്തെ വരവേൽക്കാൻ തൃശ്ശൂർ അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരുക്കങ്ങളെല്ലാം തന്നെ തകൃതിയായി നടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തേക്കിൻകാട് മൈതാനിയിലെ 1ാമത്തെ വേദിയിലാണ്. ഇവിടെയാണ് മറ്റന്നാൾ ഈ കലോത്സവത്തിന് തിരിതെളിയുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരിക്കും അധ്യക്ഷനാകുക. മുഖ്യ അതിഥിയായി തൃശ്ശൂരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കെടുക്കും. അതോടൊപ്പം തന്നെ സിനിമാ താരങ്ങളും ഉദ്ഘാടന ചടങ്ങിലെത്തും. സമാപന ചടങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഹൻലാൽ തന്നെ ആ പരിപാടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏവരെയും സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്നത്. അതോടൊപ്പം തന്നെ വി ഡി സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നു. ഇന്നലെ പഴയുടെ വടക്കമെത്തി ഊട്ടുപുരയുടെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഈ കലോത്സവത്തിന്റെ പ്രധാന പന്തൽ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി അത് കൈമാറിയത്. അതോടൊപ്പം തന്നെ ഈ കലോത്സവത്തിന്റെ ഏറ്റവും മുഖ്യ ആകർഷണമായിട്ടുള്ള സ്വർണ്ണക്കപ്പ് അത് ഇന്ന് തൃശ്ശൂരിൽ പ്രവേശിക്കുകയാണ്. അല്പസമയത്തിനകം അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഈ കപ്പ് പ്രവേശിക്കും. അവിടെ വലിയ സ്വീകരണം, അതായത് ചാലക്കുടി ഗവൺമെന്റ് സ്കൂളിലാണ് ആദ്യം എത്തുക. അവിടെയെല്ലാം തന്നെ വലിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. പന്തലുകളുടെ എല്ലാം നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ്. അതോടൊപ്പം തന്നെ നമ്മളും വലിയ സന്നാഹം ഒരുക്കിക്കൊണ്ട് വലിയ സംഘത്തെ ഇറക്കിക്കൊണ്ടുള്ള ഒരു മികച്ച കവറേജിനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. സജിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയൊരു കലാമാമാങ്കമാണ്, കലയുടെ ഈറ്റില്ലമെന്ന് പറയാൻ പറ്റുന്ന തൃശ്ശൂരിൽ അരങ്ങേറുക. ഒരുപാട് പൊതുയോഗങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച തേക്കിൻകാട് മൈതാനമാണ് പ്രധാനപ്പെട്ട വേദി. ഞാനും അവിടെ എത്തുന്നുണ്ടാകും, എൻ്റെ വലിയ ടീമും അവിടെ എത്തുന്നുണ്ടാകും. ഇത്തവണ പതിവ് പോലെ കലാമാമാങ്കം നമ്മുടെ 24-ലും വലിയൊരു ഉത്സവമായി നമ്മൾ മാറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.